ജോബിന്റെ കേസിൽ റെസ്യൂമെ പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ഫാക്ടറാണ് കവർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സ് സെക്കൻഡ് റൗണ്ട് ഒക്കെ ആവുന്ന സമയത്ത് റെസ്യൂമെ വെച്ച് നമ്മൾ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കവർ ലെറ്റർ ആവശ്യപ്പെടാറുണ്ട്. ചില ആളുകൾ ഫസ്റ്റ് തന്നെ കവർ ലെറ്റർ വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുള്ളത്. കവർ ലെറ്ററിന് പൊതുവിൽ ഒരു കോമൺ ടെംപ്ലേറ്റ് ഇല്ല. കവർ ലെറ്റർ ഇസ് ലൈക്ക് നമ്മൾ വെക്കുന്ന ആപ്ലിക്കേഷനിൽ ആ ഒരു ജോബ് റോളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്കിൽസ്, നമ്മൾക്കുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ പൈതൺ പോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രൊജക്ട് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. യൂഷ്വലി അതൊരു സിംഗിൾ പേജ് ഡോക്യുമെന്റ് ആണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്, നമ്മുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഫസ്റ്റ് ടൈം ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും കവർ ലെറ്റർ നെക്സ്റ്റ് ടൈം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് കവർ ലെറ്റർ എന്ന് പറയുന്നത് റെസ്യൂമേയുടെ ഒരു ഫ്രണ്ട് പേജ് ആയിട്ട് കണ്ടിട്ട് ആളുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള ഒരു ടൈമിൽ കോമ്പറ്റീഷൻ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് മാക്സിമം ഫുൾ ടൈം ജോബിന് നിങ്ങൾ റെസ്യൂമേയുടെ കൂടെ കവർ ലെറ്റർ കൂടെ ടൈലർ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക.